നമസ്കാരം. ഇറാനിലെ മതഭരണകൂടത്തിനെതിരായ ജനങ്ങളുടെ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. അവിടെ വരുന്നൊരു മുദ്രാവാക്യമുണ്ട്, റൈസ 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 പഹലവി എന്നാണ് അവർ എല്ലാവരും ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത്. റൈസ പഹലവി വരൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന രീതിയിലാണ് അവിടെ മുദ്രാവാക്യങ്ങൾ. റൈസ പഹലവി വരൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന രീതിയിലാണ് അവിടെ മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ മുഴങ്ങുന്നത്. ആരാണ് റൈസ പഹലവി? ഇറാനിലെ ഷാ ആയിരുന്ന, ഇറാനിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റൈസയുടെ മകനാണ് റൈസ പഹലവി. 1979 അന്ന് ഇറാനിൽ മതമൗലികവാദികൾ വലിയ തോതിലുള്ള വിപ്ലവം നടത്തി അധികാരം പിടിക്കുമ്പോൾ അന്ന് നാട് വിട്ട് പോകേണ്ടി വന്ന ഇറാനിലെ ഭരണാധികാരിയുടെ മകനാണ് റൈസ പഹലവി. ഇന്ന് ആ രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്, പഹലവി തിരിച്ചെത്തൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന്. കാരണം ഈ മതമൗലികവാദികളെ കൊണ്ട്, ഈ തീവ്രവാദികളെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ. അതിൻ്റെ പ്രത്യാഘാതം തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നടക്കുന്ന ഈ ശക്തമായ ജനമുന്നേറ്റം. ഇതിന് ജനമുന്നേറ്റം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം സഹികെട്ട ജനം ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. വൃത്തികേട് കാണിച്ച ഭരണാധികാരികളെ ഒടുവിൽ ക്ഷമകെട്ട ജനം ഇറങ്ങി കൈകാര്യം ചെയ്ത സംഭവങ്ങൾ. അതുകൊണ്ട് ഇറാനിലെ ജനത ഒന്നടങ്കം പഹലവിയോട് ആവശ്യപ്പെടുകയാണ്, വരൂ ഞങ്ങളുടെ പട നയിക്കൂ, എന്നിട്ട് ഈ മതമൗലികവാദികളെ ചവിട്ടി പുറത്താക്കൂ എന്ന്. അതിശക്തമായ തോതിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ പ്രക്ഷോഭം തുടരുന്നത്. കഴിഞ്ഞ ദിവസം മർദ്ദ സൈനിക വിഭാഗത്തിൻ്റെ ഒരു ഓഫീസ് വടക്കൻ ഇറാനിൽ ജനങ്ങൾ കത്തിച്ചു. ഈ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തെക്കൻ മേഖലയിലെ പല സർക്കാർ ഓഫീസുകൾക്കും പ്രക്ഷോഭകർ തീയിട്ടിട്ടുണ്ട്. ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, നട്ടം തിരിയുകയാണ് ഇറാനിലെ പ്രസിഡന്റ് പദവി മാത്രമുള്ള പെഷസ്ക്യാനും അവിടുത്തെ മതഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം അയാളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അയാളുടെ മക്കളെല്ലാവരും തന്നെ ഭീകരന്മാരാണ്. ഇതിൽ ഏത് ഭീകരനായിരിക്കും ഇറാൻ ഭരിക്കാൻ പറ്റിയത് എന്നുള്ള ചിന്തയിലാണ് ഇയാളുടെ കുടുംബവും കൂടെയുള്ള മറ്റ് അനുചരന്മാരുമൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ ഖമേനിക്ക് വളരെ പ്രായമായിരിക്കുന്ന രോഗിയാണ്. ഏത് നിമിഷവും എത്തുന്ന മരണത്തെ കാത്തിരിക്കുമ്പോഴും ഈ ഖമേനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ, എൻ്റെ മക്കളിൽ ആരെയായിരിക്കും എൻ്റെ പിൻഗാമിയാക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ചിന്തയിൽ മാത്രം മുഴുകി ജീവിക്കുന്ന, ഒരു രാജ്യത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കിയ, ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരങ്ങളിലൊന്ന ഇറാനിയൻ സംസ്കാരത്തെ ചവിട്ടി മതിച്ച് ഇല്ലാതാക്കി എല്ലാത്തിനും ഇസ്ലാമിക നിയമങ്ങളുടെ പേര് പറഞ്ഞ് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നടപ്പാക്കുമായിരുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിനെതിരെ ലോകത്ത് ആര് കൈ ഉയർത്തിയാലും അവർക്കെല്ലാം സഹായം എത്തിക്കുന്നത്, അത് ഹൂതികൾക്കാവട്ടെ, ഹിസ്ബുള്ളയ്ക്കാവട്ടെ, അതുപോലെ ഹമാസിനാവട്ടെ, ആർക്ക് വേണമെങ്കിലും ഇസ്രായേലിനെതിരെ ആരിറങ്ങിയാലും അവരെല്ലാവരും സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇറാൻ. ഇതിനെല്ലാം വില കൊടുക്കേണ്ടത് ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. എന്ത് കാര്യത്തിനും മതപരമായ നിയമമാണ് എന്ന് പറയുകയും സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം അതിൽ നിന്നെല്ലാം പിന്മാറുകയും ചെയ്യുന്ന ഒരു വലിയ ഭാഗം നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ ഖമേനിക്ക് ചുറ്റുമുള്ളത്. നാട്ടിലെ സ്ത്രീകളെല്ലാം ഹിജാബ് ധരിക്കണമെന്നും അവരെല്ലാവരും തന്നെ പുറത്തിറങ്ങാൻ പാടില്ല എന്നുമൊക്കെ നിയമം പുറപ്പെടുവിച്ച ഈ ഖമേനിയുടെ വിശ്വസ്ത അനുയായിയുടെ മകളുടെ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ജനം ശരിക്കും ഞെട്ടിയത്. പാശ്ചാത്യ രീതിയിൽ വസ്ത്രധാരണം നടത്തിയ, വലിയ ആഡംബരത്തോടുകൂടി നടത്തിയ ആ കല്യാണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ജനം ഏതാണ്ട് ഇളകി തുടങ്ങിയിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇവർ തട്ടിപ്പുകാരാണ്, കള്ളന്മാരാണ് എന്ന്. 1970-കളിൽ ഷാ ഭരണകൂടം അഴിമതി കാട്ടുന്നു, അല്ലെങ്കിൽ കുടുംബാധിപത്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഖമേനിയുടെ ഗുലിസ്ഥാനിയന്മാരെ ആളുകളെല്ലാം കൂടെ അന്ന് പ്രക്ഷോഭത്തിന് ഇറങ്ങിയതും ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ ഇറാനിലെ ഷായ്ക്ക് തന്നെ നാടുവിട്ട് പോകേണ്ടി വന്നു. ഇന്ന് ഇറാനിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു അന്ന് തങ്ങളുടെ മുൻഗാമികൾ ചെയ്തത് ഒരു അബദ്ധമായിരുന്നുവെന്ന്. കാര്യം ഇറാനിലെ ഷാ എന്ന് പറയുന്ന ആൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള, പാശ്ചാത്യ രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതൊക്കെയാണ് അന്ന് പ്രധാനമായി ഒരു ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇറാനിലെ ഷായ്ക്കെതിരെ. പക്ഷേ ഇന്നോ ലോകത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളെന്ന പേരിൽ, ഒരുപക്ഷെ അങ്ങനെ നിയമങ്ങളുണ്ടോ എന്നൊരു സംശയിക്കത്തക്ക രീതിയിൽ എന്ത് തോന്നിയാവസ്ഥം കാണിക്കുന്ന അവസ്ഥയിലേക്ക്, ലോകത്തെ ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക്, പെൺകുട്ടികളെയൊക്കെ തന്നെ ചവിട്ടി മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളായ രാജ്യം മാറിയത്. ഏതായാലും അവരെല്ലാവരും കാത്തിരിക്കുകയാണ് റൈസ പഹലവിയുടെ വരവ്. റൈസ പഹലവിക്ക് ഈ ഒരു അവസ്ഥയിൽ അവിടേക്ക് എത്താൻ കഴിയുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും എല്ലാം മനസ്സ് വെച്ചാൽ, അവർ മുൻകൈ എടുത്താൽ അതും സാധിക്കും. ഇറാനിലെ ഈ മതഭ്രാന്തന്മാരെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചിട്ട് വീണ്ടും കിരീടാവകാശിയായി 1967 പ്രഖ്യാപിച്ചിരുന്ന റൈസ പഹലവിയെ അവിടുത്തെ ഭരണാധികാരിയാക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെ ഒറ്റുനോക്കുന്നത്. കാരണം ഇറാനിലെ ജനങ്ങളുടെ ഏക പ്രതീക്ഷ ഇനി റൈസ പഹലവിയിൽ മാത്രമാണ്. അദ്ദേഹം എങ്ങനെയും നാട്ടിലെത്തി ഭരണം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം ഈ ഇത്രയും നാൾ തങ്ങളെ ഭരിച്ച് മുടിച്ച് കൊല്ലാക്കൊല ചെയ്ത ഈ ഖമേനിയെയും അയാളുടെ കൂട്ടാളികളെയും നാട്ടിൽ നിന്ന് അടിച്ച് ഓടിക്കുന്ന ദിനവും കാത്തിരിക്കുകയാണ് ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ.